സുഖമുള്ള ഒരു നിദ്രയിലായിരുന്നു സിദ്ധാർത്ഥ്. അവന്റെ കൈക്കുള്ളിൽ അവനോട് ചേർന്ന് കിടന്നുറങ്ങുകയായിരുന്ന കാമുകി നിമിഷ ഒന്ന് ഞരങ്ങിയതുപോലെ തോന്നിയപ്പോൾ കണ്ണുകൾ തുറക്കാതെ അവനവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തണച്ചു പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിക്കാനായി കുനിഞ്ഞു. തൊട്ടടുത്ത നിമിഷം ഒരു പെൺകുട്ടി അലറിക്കരയുന്ന ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി എഴുന്നേറ്റത്. ചാടി എഴുന്നേറ്റ ശേഷം ഉറക്കപ്പിച്ചിൽ മുന്നോട്ട് നോക്കുമ്പോഴാണ് കിടക്കയിൽ ബെഡ്ഷീറ്റ് വാരിപ്പൊത്തിയിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. ആകെ പകച്ചുപോയ സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്നുകൊണ്ട് ചോദിച്ചു, ഒറ്റ നിമിഷം കൊണ്ട് അവന് നേർക്ക് തിരിഞ്ഞ ആ പെൺകുട്ടി വലതുകൈ നിവർത്തി സിദ്ധാർത്ഥിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഞെട്ടിപ്പകച്ചുപോയ സിദ്ധാർത്ഥ് ഇടതു കവിളിൽ കൈ ചേർത്തുകൊണ്ട് അവളെ തന്നെ തുറച്ചു നോക്കി. പെട്ടെന്നാണ് രണ്ടുപേരും പൂർണ്ണ നഗ്നരാണ് എന്ന കാര്യം സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും ഒരു പൊട്ടിക്കരച്ചിലോടെ ആ പെൺകുട്ടി അവളുടെ വസ്ത്രങ്ങൾ വാരിയെടുത്ത് വാഷ്റൂമിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. അതു ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഒന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കുമ്പോഴാണ് ബെഡ്ഷീറ്റിൽ രക്തത്തുള്ളികൾ പടർന്നുണങ്ങിക്കിടക്കുന്നത് കണ്ടത്. കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നോർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അസഹനീയമായ തലവേദന തോന്നി. കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ പ്രണയിനിയായ നിമിഷ പിണങ്ങി ഇറങ്ങിപ്പോയത് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം അവൾ തിരിച്ചു വന്ന് വാതിൽ തട്ടിയെന്നാണ് അവൻ കരുതിയിരുന്നത്. അപ്പോ അത് നിമിഷയായിരുന്നില്ലേ? രാത്രിയിലെ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു ഞെട്ടലോടെ അവൻ ബെഡ്ഷീറ്റിലെ ചോരത്തുള്ളികളിലേക്ക് നോക്കി. അറിയാതെ ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ സ്വയം വിലപിച്ചു പോയി. ഓ മൈ ഗോഡ്, ഞാൻ എന്താ ചെയ്തു വച്ചിരിക്കുന്നത്? നിമിഷ എങ്ങോട്ടാ പോയത്? സ്വന്തം കാമുകയാണെന്ന് കരുതി കഴിഞ്ഞ ദിവസം അവൻ കിടക്ക പങ്കിട്ടത് ഏതോ ഒരു പെൺകുട്ടിയോടൊരുമിച്ചാണ് എന്ന സത്യം സിദ്ധാർത്ഥിനെ ആകെ തകർത്ത് കളഞ്ഞു. അടച്ചിട്ട കുളിമുറിയുടെ അകത്തുനിന്നും കേൾക്കുന്ന ദയനീയമായ പൊട്ടിക്കരച്ചിൽ അവനെ പലതും ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി നിമിഷയാണെന്ന് കരുതി ആ പെൺകുട്ടിയോടൊപ്പമാണ് അന്തി ഉറങ്ങിയതെന്ന കാര്യം അവനിപ്പോഴാണ് പൂർണ്ണമായും ഓർമ്മ വന്നത്. അപ്പൊ നിമിഷ പിന്നെ വന്നില്ലേ? അതോ അവള് തിരിച്ചു വന്നപ്പോ ഈ പെൺകുട്ടിയെ കണ്ടുകൊണ്ട് എന്നൊക്കെയായി പിണങ്ങിപ്പോയതാവോ? ആകെ മനസ്സ് തകർന്നതുപോലെ വസ്ത്രം മാറാനായി ചാടി എഴുന്നേറ്റ അവന്റെ വീതിയുള്ള ചുമലുകളിൽ ആതിരയുടെ നഖക്ഷതമേറ്റതിന്റെ പുകച്ചിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. കുളിമുറിയിലെ വലിയ കണ്ണാടിയുടെ മുന്നിൽ ഒരു പൊട്ടിക്കരച്ചിലോടെ നിന്നുകൊണ്ട് സ്വന്തം നഗ്നശരീരത്തെ നോക്കുകയായിരുന്നു ആതിര. അവളുടെ ദേഹമാസകലം സിദ്ധാർത്ഥിന്റെ പല്ലും നഖവുമേറ്റ ചുവന്ന പാടുകളായിരുന്നു. അത് കാണുന്നതിനനുസരിച്ച് അവളുടെ കരച്ചിലിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. തലയിലൂടെ തണുത്ത വെള്ളം ഒഴുകിയപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്റെ ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് ഞാനിനി എന്തു പറയും? പ്രതിശ്രുതവരനായ ജിതിനാണെന്ന് കരുതി അവനോടൊപ്പം ആസ്വദിച്ച നിമിഷങ്ങളൊക്കെ ഇപ്പോൾ തീർത്തും അപരിചിതനായ ഒരാളോടൊപ്പമായിരുന്നു എന്ന തിരിച്ചറിവ് ആതിരയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. എത്ര കരഞ്ഞിട്ടും മതിയാവാതെ അവൾ ഷവർ ഓൺ ചെയ്ത് അതിന്റെ കീഴിൽ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ചിന്ത പോലും അവളെ അടിമുടി വിറപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം കണ്ണീരൊഴുക്കിക്കൊണ്ട് വാഷ്റൂമിൽ തന്നെ നിന്ന ശേഷം പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ആതിര തിടുക്കത്തിൽ ദേഹം തുടച്ച് വസ്ത്രം മാറി പുറത്തേക്കിറങ്ങി. അവിടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ബ്ലാക്ക് സ്യൂട്ട് അണിഞ്ഞ ഉയരമുള്ള ഒരു യുവാവിലാണ് അവളുടെ കണ്ണുകൾ ചെന്ന് പതിച്ചത്.
ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ തിരിഞ്ഞകത്തേക്ക് വന്നുകൊണ്ട് ആതിരയോട് പറഞ്ഞു. തനിക്കിത്ര ബുദ്ധിയില്ലേ? മറ്റൊരാളുടെ മുറിയിലേക്ക് കയറി വരുന്നതിന് മുമ്പ് മിനിമം പെർമിഷൻ എങ്കിലും ചോദിക്കണ്ടേ? തളർന്നു നിൽക്കുകയായിരുന്ന ആതിര വെറുപ്പോടെ മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാ എന്റെ മുറിയിലേക്ക് കയറിയത് താൻ? ഇവിടെ ഞാൻ തനിച്ചാണെന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം കയറി വന്നതല്ലേ താൻ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് ഗേൾ? നട്ടപ്പാതിരാക്കി മദ്യപിച്ച് ബോധമില്ലാതെ എന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് ഇപ്പൊ എന്നെ ഭരിക്കാൻ വരുന്നോ? നിർത്തടോ. ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന മുറി കടന്നു വന്ന് അവളെ റേപ്പ് ചെയ്ത ശേഷം നിന്ന് ന്യായീകരിക്കുന്നോ? തന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അതുകൂടി കേട്ടതോടെ സിദ്ധാർത്ഥിന്റെ ദേഷ്യം പരമാവധിയായി. അവൻ കോപം കടിച്ചു പിടിച്ചുകൊണ്ട് ആതിരയോട് പറഞ്ഞു. എനിക്ക് തന്റെ മുറി കയറേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ബുക്ക് ചെയ്ത മുറിയത്. ഇത് എന്റെ മുറിയാ. താൻ ഇവിടെ അതിക്രമിച്ച് കയറിയത്. ചീറിക്കരഞ്ഞുകൊണ്ട് ശൗര്യത്തോടെ നിൽക്കുകയാണെങ്കിലും ആ പെൺകുട്ടി ഇപ്പോൾ കുഴഞ്ഞു താഴെ വീഴുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. അവൻ മുന്നോട്ടേക്ക് ചെന്നുകൊണ്ട് ആതിരയോട് ചോദിച്ചു. പറ, താൻ ഏത് മുറിയിലേക്ക് വന്നത്? തന്റെ സ്യൂട്ട് നമ്പർ എത്രയാ? 309. ഇത് 306 ആണ് കുട്ടി, ഞാനല്ല. താനാണ് മുറി മാറി കയറിയത്. ഒരു ഞെട്ടലോടെ അവനെ നോക്കിക്കൊണ്ട് ആതിര പുലമ്പി. ഇല്ല, താൻ കള്ളം പറയാ. ഇത് എന്റെ സ്യൂട്ട് തന്നെയാ. അവൻ ആതിരയുടെ കൈ പിടിച്ച് വലിച്ച് മുറിയുടെ പുറത്തേക്കിറങ്ങി. അവിടെ ചുമരിൽ വലിയ അക്ഷരത്തിൽ തെളിഞ്ഞു കാണുന്ന നെയിം ബോർഡിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. നോക്ക്, ഇത് 306 ആണോ 309 ആണോന്ന് കണ്ണു തുറന്നു നോക്ക്. ആതിരയാകെ തകർന്നുപോയി. അവൻ പറഞ്ഞതാണ് ശരിയെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രി അവളുടെ ഭാഗത്തു നിന്നുണ്ടായ അബദ്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. പക്ഷേ എങ്ങനെ ഇത്രയും വലിയ അബദ്ധം അവൾക്ക് സംഭവിച്ചു എന്നാണ് ആതിര ആലോചിച്ചത്. ഞാൻ എങ്ങനെ നിങ്ങളുടെ മുറിയിലെത്തി? അതെന്നോടാണോ ചോദിക്കുന്നത്? നട്ടപ്പാതിരാക്കി വെള്ളം അടിച്ച് കോൺ തെറ്റി എന്റെ റൂമിൽ വന്ന് കയറിയതും പോരാ, എനിക്കായോ ഇപ്പൊ കുറ്റം മുഴുവനും? പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്കല്ല വന്നത്. താൻ ഇങ്ങോട്ടേക്ക് തന്നെയാ വന്നത്. അപമാനിക്കപ്പെട്ടതുപോലെ തോന്നിയ ആതിര മുഖമുയർത്തി സിദ്ധാർത്ഥിന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് രൂക്ഷമായി ചോദിച്ചു. മുറിയിലേക്ക് അപരിചിതയായ ഒരു പെൺകുട്ടി വന്ന ഉടനെ അവളെ റേപ്പ് ചെയ്യാണോ നിങ്ങളുടെ രീതി? എന്നിട്ട് നാണമില്ലാതെ നിന്ന് പ്രസംഗിക്കുന്നു. റേപ്പ് എന്ന് പറഞ്ഞ എന്താണെന്ന് തനിക്കറിയോ? ഇന്നലെ രാത്രി നമുക്കിടയിൽ സംഭവിച്ചാണോ റേപ്പ്? അവന്റെ ചോദ്യത്തിന് ആതിരയുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴവൾക്ക് വ്യക്തമായും ഓർമ്മയുണ്ടായിരുന്നു കഴിഞ്ഞുപോയ രാത്രിയിലെ ഉന്മാദ നിമിഷങ്ങൾ. ഏതായാലും എന്റെ കൂടെ ഒരു രാത്രി ചെലവഴിച്ചാലും നിനക്ക് നഷ്ടമൊന്നും വരാൻ പാടില്ല. ഇത് 20 ലക്ഷത്തിന്റെ ചെക്കാണ്. താൻ ഫസ്റ്റ് ടൈം ആണെന്ന് മനസ്സിലായതുകൊണ്ടാ ഇത്രയും വലിയ എമൗണ്ട്. ടേബിളിൽ വെച്ചിരിക്കുന്ന ചെക്ക് ലീഫിൽ ഒരു തുക എഴുതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പുച്ഛത്തോടെ പറയുന്ന സിദ്ധാർത്ഥിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ആതിര തറഞ്ഞു നിന്നു. കലങ്ങിച്ചുവന്ന അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന മിഴിനീർത്തുള്ളികൾക്ക് പോലും ചോരയുടെ ചുവപ്പാണെന്ന് സിദ്ധാർത്ഥിന് തോന്നിപ്പോയി. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.